ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പാനമ സിറ്റിയിലാണ്. ഇവിടുന്ന് ഞാനിന്ന് ഡാരിൻ ഗ്യാപ്പ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ്. അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, പേടിയുണ്ട്. അപ്പം അവിടേക്ക് നമുക്ക് പോകാം. ഇവിടുന്ന് പാനമ സിറ്റിയിൽ നിന്ന് ഏകദേശം 280 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 5 മണിക്കൂർ ഡ്രൈവാണ്. റോഡ് അത്ര നല്ലതല്ലെന്ന്, അതുകൊണ്ടാണെന്ന് തോന്നുന്നത് 5 മണിക്കൂർ കാണിക്കുന്നത്. അപ്പം നമുക്ക് പോയി നോക്കാം എങ്ങനെ എത്ര മണിക്കൂർ എടുക്കും എന്നുള്ളത് നോക്കാം. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഗ്യാസ് സ്റ്റേഷൻ കുറവായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ജെറിക്കാനൊക്കെ സംഘടിപ്പിച്ച് അതിലും ഗ്യാസ് ഫില്ല് ചെയ്തിട്ടാണ് പോരുന്നത്. ഇവിടെ ഗ്യാസിനാണെങ്കിൽ കാനഡയെക്കാട്ടും വിലക്കുറവാണ്. ഏതാണ്ട് 89 സെൻറ്റേ വരുന്നുള്ളൂ 1 ലിറ്ററിന്. ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് നേരെ ഡാരിൻ ക്യാമ്പിലോട്ട് പോകാം. അവിടെ സാധാരണ ചെക്ക് പോസ്റ്റിലെല്ലാം പോലീസുകാർ പാസ്പോർട്ടും വണ്ടിയുടെ ടെമ്പററി ഇമ്പോർട്ട് പെർമിറ്റ്, ഇൻഷുറൻസ് ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ഒന്നും ചോദിച്ചില്ല, പെട്ടെന്ന് തന്നെ കയറ്റി വിടുകയും ചെയ്തു. നമ്മളങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. റോഡൊന്നും അത്ര പോരാ, ഇടയ്ക്ക് കുണ്ടും കുഴിയൊക്കെയാണ്. പിന്നെ റോഡ് പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ട്രാഫിക്കും ഉണ്ട് ഇടയ്ക്ക്. ഈ വഴികളിലൂടെയാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളതും പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് US എത്താൻ വേണ്ടി വരുന്നത്. ഇവിടുന്ന് കൊളംബിയയിലെത്തിയിട്ട് കൊളംബിയയും പല സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലും വിസ ഓൺ അറൈവൽ ഉണ്ട്. അപ്പം അത് മുതലാക്കി അവർ വന്നിട്ട് ഡാരിൻ ഗ്യാപ്പ് വഴി നടന്ന് 7-8 ദിവസം വേണം ഡാരിൻ ഗ്യാപ്പിൽ നടക്കാൻ. അവിടെ ഭയങ്കര റിസ്ക്കാണ്. കാരണം അവിടെ ഡ്രഗ് കാർട്ടൽസിൻ്റെ ആൾക്കാർ, ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ ആൾക്കാർ, പിന്നെ പല വന്യജീവികൾ, പാമ്പ്, അതുപോലുള്ള എല്ലാം തരണം ചെയ്ത് വേണം വരാനായിട്ട്. അപ്പം അങ്ങനെ വരുന്നവരെല്ലാം ഈ വഴിയാണ് വരുന്നത്. ചിലപ്പോൾ നമുക്ക് അവിടെ നമ്മുടെ ഈ ലാസ്റ്റ് വില്ലേജിൽ ചെല്ലുമ്പം, ഡാരിൻ ഗ്യാപ്പിലെ ലാസ്റ്റ് വില്ലേജിൽ ചെല്ലുമ്പോൾ നമുക്ക് അവരെയൊക്കെ കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് നമ്മൾ ചെറിയ ഒരു ലേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു പുള്ളി വന്ന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. സ്പാനിഷ് അറിയാത്തതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. ഓട്ടിപ്പോകാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഡാരിൻ വില്ലേജിലോട്ട് എൻ്റർ ആവുകയാണ്. അവിടെ നിന്ന് വരുന്ന ബസ്സാണിത്. ഡാരിനിൽ കയറി കഴിഞ്ഞപ്പം റോഡെല്ലാം നല്ല അടിപൊളി. മുമ്പൊക്കത്തെ റോഡൊക്കെ എന്ന് വെച്ചാൽ അടുത്ത ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. Hola. ¿Qué tal, caballero? No español. Tú eres de la India. India. Ya. Canada. Vale, Okay, thank you. Gracias. അവരെന്തായാലും പെട്ടെന്ന് തന്നെ വിട്ടു. കണ്ടപ്പോൾ തന്നെ വെച്ച് ഇന്ത്യ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് കിട്ടും. അവർക്ക് ഇന്ത്യക്കാരെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. എത്താറായി. യവിസ എന്നാണ് ലാസ്റ്റ് വില്ലേജിൻ്റെ പേര്. ഇങ്ങോട്ട് വരുന്നതോറും പിന്നെ ആൾക്കാരൊന്നുമില്ല, വണ്ടികളൊന്നുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ വണ്ടികളൊന്നുമില്ല. നമ്മളങ്ങനെ പാനമേരിക്കൻ ഹൈവേയിലെ പാനമയിലെ ലാസ്റ്റ് വില്ലേജിൽ എത്തിയിരിക്കുകയാണ്.
യാവിസ എന്നാണ് വില്ലേജിൻ്റെ പേര്. ഇവിടുന്ന് നമ്മുടെ പനമ സിറ്റിയിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഇവിടെ എത്തിയത്. ഇനി നമുക്ക് ഈ വില്ലേജിൻ്റെ ഉള്ളിലോട്ട് പോയി നോക്കാം എങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന്. പാൻ അമേരിക്കൻ ഹൈവേയുടെ നോർത്ത് എൻഡായ അലാസ്കയിൽ നിന്ന് ഏകദേശം 12,580 കിലോമീറ്ററാണ് നമ്മൾ ഈ നിൽക്കുന്ന ഇപ്പോഴത്തെ പോയിൻ്റ് വരെയുള്ള ദൂരം. നമ്മൾ കാനഡയിൽ നിന്ന് ഏതാണ്ട് 10,000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഇപ്പം ഈ വില്ലേജിലെത്തിയിരിക്കുന്നത്. നമ്മളങ്ങനെ വില്ലേജിനകത്തോട്ട് പ്രവേശിച്ചു. തീരെ ഇടുങ്ങിയ വഴികളാണ്, ചെറിയ ഇടുങ്ങിയ വഴികളാണ്. ആൾക്കാരും നമ്മളെ വണ്ടിയെ ഒന്നും മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല. അവരവരുടെ കാര്യമായിട്ട് ഇങ്ങനെ പോകുന്നു. നമ്മൾ മനസ്സിലുണ്ടായിരുന്ന പോലെ ഒന്നുമല്ല, പേടിപ്പിക്കുന്ന ഒരു കാര്യവും ഇവിടെ ഇല്ല കണ്ടിട്ട്. കണ്ടിട്ട് വളരെ പാവപ്പെട്ട രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. വീടും അവരുടെ പരിസരങ്ങളും ഒക്കെ കണ്ടിട്ട്. ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് വില്ലേജിനകത്തൂടെ എല്ലാം പോയി. പക്ഷേ ആരും ഒന്നും ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല. നമ്മളെ ആരും നോക്കുന്നുമില്ല. അവരവരുടെ ജോലിയായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോന്നു. ഞാൻ പിന്നെ അവരടുത്ത് നിർത്തി ഒരാളോട് ചോദിച്ചു ഇവിടെ ഇൻഷുറൻസൊക്കെ വരുന്ന ഏത് വഴിയാണെന്ന്. അപ്പം പുള്ളി പറഞ്ഞത് ഇപ്പം അങ്ങനെ അധികം വരുന്നില്ല, ഇത് വേറൊരു വില്ലേജിലാണ് വരുന്നത്, വില്ലേജുണ്ട്, അവിടെ പോയാൽ ചിലപ്പം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാനിപ്പം ആ റിവർ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി. അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ നമ്മുടെ നാട്ടിലെ പോലത്തെ വീടുകളൊക്കെയാണ്. കൊള്ളാം.
പുതിയതായിട്ട് റോഡൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ കടന്നു വന്ന റിവറിന് കുറുകെ അവർ പുതിയ ബ്രിഡ്ജൊക്കെ പണിയുന്നുണ്ട്. ഈ റോഡ് മിക്കവാറും എനിക്ക് തോന്നുന്നു കൊളംബിയയ്ക്ക് വരെ കണക്ട് ചെയ്യുമെന്ന് തോന്നുന്നു ഭാവിയിൽ. ഇനി നമുക്ക് ഭാവിയിൽ പാനമയിൽ നിന്ന് കൊളംബിയയ്ക്ക് പോകാനായിട്ട് ഷിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരിക്കും. ഈ റോഡിൽ കൂടെ വരാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. നമ്മളങ്ങനെ ഒവിസയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇനി ഏകദേശം 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് തിരിച്ച് പാനമ സിറ്റിക്ക് പോകാനായിട്ട്. അതിന് മുമ്പായിട്ട് ലജസ് ബ്ലാങ്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജുണ്ട്. അവിടെ പോയാൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഒക്കെ വരുന്നത് അവിടെയാണ് ഉള്ളതെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ളൊരു പുള്ളി. അപ്പം അവിടെ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ലജസ് ബ്ലാങ്കസ് എന്ന് പറയുന്ന വില്ലേജിലെത്തി. പക്ഷേ അവിടെയും ഇല്ലീഗൽ ഇമിഗ്രൻസോ അങ്ങനെയുള്ള ഒരു ഇല്ലീഗൽ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. വളരെ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഗ്രാമമാണ് കണ്ടത്. അപ്പം നമ്മളിനി തിരിച്ചു പോവുകയാണ്. തിരിച്ച് പാനമ സിറ്റിക്ക് പോവുകയാണ്. ഏകദേശം 4.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഏകദേശം ഒരു 10:30 ആവും എത്താൻ. രാത്രി 10:30 ആവും എത്താനായിട്ട്.